ഹലോ, നിത ഫുഡ് ടെക് ട്രാവൽസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല അടിപൊളി ചൂര വറ്റിച്ച വീഡിയോ ആണ്. ചൂര വറ്റിച്ചത് നല്ല ചുവന്ന നല്ല ചൂരക്കറി കപ്പ് കൂട്ടി കഴിക്കാൻ നല്ല കിടുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പോൾ നമ്മളിത് ചൂര വാങ്ങിച്ചതാണ്. ചൂര കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിനകത്തേക്ക് ഉപ്പ്, മുളക്, മഞ്ഞൾപ്പൊടി എന്നിവ കൂട്ടി തിരുമ്മി വയ്ക്കുക. ഉപ്പ്, ഇനി മുളക് പൊടി, മല്ലിപ്പൊടി. ഇത് കൂട്ടി തിരുമ്മി കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം നമുക്ക് പതുക്കെ വറുത്തെടുക്കണം. നമുക്ക് കറി വയ്ക്കാൻ വേണ്ടിയിട്ട് ആ രീതിയിലാണ് ഞാൻ വയ്ക്കുന്നത്. വറ്റിക്കാൻ വേണ്ടിയിട്ട് പതുക്കെ വറുത്തെടുക്കണം. ഞാൻ വറുത്തെടുത്തിട്ടാണ് കറി വയ്ക്കാൻ പോണേട്ടാ. ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: ചെറിയ ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, വേപ്പില. ഇത് നമ്മൾ ചെറുതായിട്ട് വറുത്ത് എടുത്തിട്ടുണ്ടാണ് കേട്ടോ. പതുക്കെ വറുത്തെടുത്തണ മീനാണ്. മുളക് പൊടി, പിന്നെ കാശ്മീരി മുളക് പൊടി, കാശ്മീരി ചില്ലി കേട്ടോ. അതും കുറച്ചധികം വേണം കേട്ടോ കാശ്മീരി. മല്ലിപ്പൊടി. ഒത്തിരി വെള്ളം ഒഴിച്ചേ ചാലിച്ച് വെക്കണം. അപ്പം കരിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് ഇടുക. ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് നമ്മൾ ആഡ് ചെയ്യാം. വേപ്പിൽ ലാസ്റ്റ് ഇട്ടാൽ മതിയേ. വഴറ്റിയെടുക്കാം. നല്ല ബ്രൗൺ കളർ ആവുന്ന വരെ, പച്ചമണം മാറുന്ന വരെ വഴറ്റിയെടുക്കാം കേട്ടോ. കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഉപ്പിടണ്ട കേട്ടോ. നല്ല മഴന്ന് വന്നിട്ടുണ്ട്. അപ്പം അതിനകത്തേക്ക് നമുക്ക് വേപ്പില കൂടി ആഡ് ചെയ്യാം കേട്ടോ. വേപ്പിൽ ലാസ്റ്റ് ഇടാവേ. മസാല ഇത് വെച്ചാണ് മസാല നമ്മൾ ആഡ് ചെയ്യാം കേട്ടോ. നമ്മൾ നേരത്തെ ഇടുമ്പോൾ അത് കരിഞ്ഞു പോകും. അത് കാരണം കുറച്ചിടണേ, തീ കുറച്ചിടണേ. നന്നായിട്ട് ഇത് വരുമ്പോൾ നമ്മുടെ പുളിവെള്ളം ആഡ് ചെയ്യാം കേട്ടോ. പുളിവെള്ളം കൂടി ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യണ്ടേ. പുളിവെള്ളം കൂടി അത് ആഡ് ചെയ്യണ്ട കേട്ടോ. ഒന്ന് തിളച്ച് കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്യണ്ടേ. നമ്മൾ കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്തണ്ടേ. ഒന്ന് തിളയ്ക്കണത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മീനിലേക്ക് ഒഴിച്ച് തിളപ്പിക്കുക. അത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമ്മളത് ചട്ടിയിലേക്ക് പകർത്തിയെടുക്കും. മീനെടുത്ത് വെച്ച ചട്ടിയിലേക്ക് പകർത്താൻ വെച്ചാൽ ഉണ്ട്. ചട്ടി കിടന്ന് ഇനി വേവണം. മീനും എല്ലാം കൂടി. സൈഡായിട്ട് നമ്മൾ കപ്പയാണ് കേട്ടോ എടുക്കണേ. എനിക്ക് ചോറിന് ഈ കറി വലിയ താല്പര്യമില്ല. അപ്പം നമ്മൾ സൈഡായിട്ട് കപ്പ പുഴുങ്ങിയതും മീനും കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കഴുകി കുക്കറിൽ വെച്ച് മഞ്ഞപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് പുഴുങ്ങി വെറുതെ പുഴുങ്ങിയെടുക്കുന്നുള്ളൂ കേട്ടോ. ഇത് തിന്നാനായിട്ട് മീൻ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത്. അതൊക്കെ അടയ്ക്കേണ്ടി വരണം. വെന്തയും ഇടയ്ക്ക് ഇടയ്ക്ക് കൊടുക്കണം കേട്ടോ. വെന്തയും നല്ല ചുവന്ന് തുടുത്ത കളറാവും. നല്ല തിളച്ച് നല്ല ഇത് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇറക്കി വയ്ക്കാം. അപ്പം നമ്മുടെ കപ്പയും മീനും റെഡി ആയിട്ടുണ്ട്. കപ്പയിലേക്ക് നമ്മുടെ
അപ്പം ഇതാ നമ്മുടെ കപ്പ പുഴുങ്ങിയതും ചൂരക്കറിയും. ടേസ്റ്റ് ചെയ്ത് നോക്കാം. കണ്ടിട്ട് വായിൽ വേണ്ടോന്നു. എനിക്ക് ചോറ് കൂട്ടി തിന്നാനായിട്ട് മീൻകറി ഇഷ്ടമില്ല, കപ്പ കൂട്ടി തിന്നാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ വെച്ചോണ്ട് വിഷം മീൻ തന്നെ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ ബലം. എങ്കിലേ ഞങ്ങൾക്ക് കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇത് എല്ലാവരും പരീക്ഷിക്കുക, വീട്ടിൽ പരീക്ഷിക്കുക. എല്ലാവർക്കും അറിയാവുന്ന വീഡിയോ. അപ്പോൾ താങ്ക് യു.